ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ഇപ്പോൾ ഈ വാർത്ത വരുന്നത് ദില്ലിയിൽ നിന്നാണ്. കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും മുൻ KPCC അധ്യക്ഷനും MP-യും ഒക്കെ ആയിട്ടുള്ള K. സുധാകരൻ BJP-യുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി കണ്ണൂർ മത്സരിക്കുമെന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തനിക്ക് നിയമസഭയിൽ മത്സരിക്കണമെന്ന ഒരു ആവശ്യം K. സുധാകരൻ ഉന്നയിച്ചിരുന്നു. ഇതിന് വലിയ സ്വീകാര്യതയാണ് കണ്ണൂരിലടക്കം കിട്ടിയത്. കാരണം കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം വാർത്തി വലുതാക്കുന്നതിൽ സുധാകരനുള്ള പങ്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതുമാത്രമല്ല, അത്യാവശ്യം നല്ല പിന്തുണയും ഫോളോവേഴ്സും അദ്ദേഹത്തിനുണ്ട്. ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൽ മാത്രം ഒതുങ്ങുന്ന ഫോളോവേഴ്സ് അല്ല, കണ്ണൂരിലടക്കം അത്യാവശ്യം പാർട്ടി പ്രവർത്തകർ എക്കാലവും സുധാകരന്റെ കൂടെ നിന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു നിർദ്ദേശം പോയിരിക്കുന്നു. എന്തിനും തയ്യാറായി നിൽക്കുക എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. K. സുധാകരൻ MP സ്ഥാനം രാജിവെച്ച് സ്വതന്ത്രനായി കണ്ണൂർ മത്സരിക്കുകയാണെങ്കിൽ സുധാകരനെ പിന്തുണയ്ക്കാൻ ഒരു നീക്കമാണ് BJP പ്ലാൻ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം ചില ദൂതന്മാർ മുഖേന നടന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് കണ്ണൂർ രാഷ്ട്രീയത്തെ മാത്രമല്ല കേരളത്തെ ആകെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒന്നായിരിക്കും. അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ അവിടെ G. സുധാകരനെ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കുന്നു. മറ്റൊരിടത്ത് കോൺഗ്രസിന്റെ തന്നെ തലയെടുപ്പുള്ള കോൺഗ്രസിന്റെ തന്നെ നട്ടലായ K. സുധാകരന് BJP പിന്തുണയോടെ മത്സരിക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങും. ഏതായാലും സുധാകരന് വേണ്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ രോഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെ മറ്റ് MP-മാർക്കും മത്സരിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അത് പ്രകാരം അടൂർ പ്രകാശ് അടക്കം മത്സരിക്കേണ്ട എന്ന് തീരുമാനം. കോഴിക്കോട് MP, അങ്ങനെ അനവധി പേരാണ് മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഏതായാലും ഇത്തരം നേതാക്കളെ പിണക്കിക്കൊണ്ടു പോകുന്നത് മുൻപോട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും സുധാകരൻ ഇന്ന് 12 മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരാൻ സാധ്യതയുണ്ട്. ഏതായാലും സുധാകരൻ വഴങ്ങുന്നു എന്നൊരു സൂചന ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബഹളമുണ്ടാക്കി വഴങ്ങുന്നൊരു സ്വഭാവം സുധാകരനില്ല. കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഈ പാർട്ടി വിടും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കണ്ണൂരിൽ എന്ത് സംഭവിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളം.